ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരി ശങ്കറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ഇനി ശങ്കർ ദേ ഗംഗേൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് നമ്മൾ ചെയ്തു പോലെ തന്നെയൊക്കെ ചെയ്യും, ഗംഗേൻ അതുപോലെയൊക്കെ നോക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതുപോലെയൊക്കെ തന്നെ എക്സ്പ്രഷൻ ഇടുമെന്നൊക്കെ പറയുന്ന കേട്ട് രാധാമണി തങ്കച്ചി മഹാദേവനും അന്തം വിട്ട് നോക്കുവാണ് കേട്ടോ. ഇവളിത് തന്നെ ഈ കാണിക്കുന്നത്, ഇവൾക്ക് സാധാരണ പെണ്ണുങ്ങളുടെ സ്വഭാവമൊന്നും അല്ലേന്ന് ഇവരിങ്ങനെ പരസ്പരം ചോദിക്കുവാണ്. ശങ്കൂർ എന്നിട്ടും അതങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, ശങ്കർ മര്യാദയ്ക്ക് ചെയ്യുക, എൻ്റെ അടുത്ത് നോക്കിയോലൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ ഗംഗയോട് ചേർത്ത് പിടിച്ച് നിർത്തുമെന്നൊക്കെ പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണിയാണെങ്കിൽ ആദർശിരുന്ന് ലാപ്പിൽ നോക്കി എന്തോ ചിരിക്കുന്നു പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്താ ആദർശേട്ടാ ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കുക. ആദർശമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് ആദർശേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും ആദർശം പറയാണ്, വേണി നീ ഇങ്ങ് വാ, എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന് പറയണം കേട്ടോ. വേണി ഒന്ന് അടുത്തിരിക്കുമ്പോഴേക്കും വേണി ഒട്ടും പ്രതീക്ഷിക്കാതെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മ വെക്കുവാണേ. വേണി പോലും അന്തം വിട്ടിങ്ങനെ ഇരുന്ന് പോയി. ആ സമയം നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് എന്തോ കാര്യത്തിന് കയറി വരുവാണ്. മുത്തശ്ശി ഇത് കണ്ടപ്പോഴേക്കും ഇങ്ങ് വരണ്ടായിരുന്നു, അവർ കണ്ടു കാണുമെന്ന് ഓർത്ത് മുത്തശ്ശി ഇങ്ങനെ പയ്യെ തല താത്തി എന്തോ തപ്പുന്ന പോലെ നോക്കുമ്പോഴേക്കും വേണി പറയുകയാണ് കേട്ടോ, ദേ മുത്തശ്ശി, എനിക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുമായിരുന്നു, ഞാനിതിൽ പ്രതിയല്ല, ഈ ആദർശേട്ടൻ എന്നെ പിടിച്ച് ഉമ്മ വെച്ചതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയും, അത് ഞാനിവിടെ ഒരു മരുന്ന് തപ്പുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വേണി പറയും, വേണ്ട കേട്ടോ, മുത്തശ്ശി എല്ലാം കണ്ടു, മുത്തശ്ശി അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് വേണി പറയുവാണ്, ആദർശേട്ടൻ എന്നെ പറ്റിയെന്നറിയില്ല, ലാപ്പിൽ നോക്കി ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരുന്നു, എന്നെ എന്നിട്ട് കയറി ഉമ്മ വെക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് മുത്തശ്ശിക്ക് നാണം വരുവാണ്. അപ്പോഴേക്കും മുത്തശ്ശിയോട് ആദർശം പറയുവാണ്, ദേ മുത്തശ്ശി നോക്കിക്കേ, ഈ ഇമെയിലൊന്ന് നോക്കുമെന്ന് പറയുവാണ്. ആ സമയത്ത് വേണിയും അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. വേണിയും കൂടെ നോക്കുവാണ്. വേണി എന്നിട്ട്, പുല്ല ഇംഗ്ലീഷായിരുന്നോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമോ. ആ സമയത്ത് ഇതെല്ലാം വായിച്ച് മുത്തശ്ശിയുടെ കണ്ണ് നിറയുവാണ് കേട്ടോ മെയിൽ വായിച്ചിട്ട്. എന്നിട്ട് മുത്തശ്ശി പറയുവാണ്, മോളെ വേണി, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണി തിരിച്ചു പറയാം, ഇംഗ്ലീഷിൻ്റെ ചുക്കും ചുണ്ണാമ്പും അറിയില്ലാത്ത എന്നോട് ഇത് കണ്ടിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നമ്മുടെ ആദർശമോൻ്റെ ജോലിയില്ലേ, ടെമ്പററി ജോലി ബാങ്കിലുണ്ടായിരുന്നേ. അപ്പോഴേക്കും അത്രയും കേൾക്കുമ്പോഴേക്കും വേണി പറയാം, അത് പോയോ, ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയും, അതല്ല മോളെ, അവനത് പെർമനൻ്റ് ആക്കിയെന്ന് പറയും കേട്ടോ. പെർമനൻ്റ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശേട്ടന് വയസ്സാവുന്നോണം വരെ അവിടെ ജോലി ചെയ്യാമെന്നാണോ മുത്തശ്ശി എന്ന് വേണി ചോദിക്കുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വേണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വേണി പെട്ടെന്ന് തന്നെ നന്ദിനി അമ്മേനെയും പ്രൊഫസറിനെയൊക്കെ വിളിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് വേണി വിളിക്കുന്നതായിട്ട് അവർ ഓടി താഴെ എത്തും. എന്താ വേണിമോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. കേൾക്കുമ്പോൾ നന്ദിനി അമ്മയ്ക്കും പ്രൊഫസറിനൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. ആരതി മോളും അവിടെയുണ്ട്. ആരതി മോൾക്കും കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നന്ദിനി അമ്മ പ്രൊഫസറിനോട് പറയുന്നുണ്ട്, നമ്മുടെ കഷ്ടകാലമൊക്കെ മാറി, നമുക്ക് എല്ലാം നല്ലതാവുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട, ഇനി അച്ഛനോട് സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടായിരിക്കും, അച്ഛനും ഇത്രയും നാൾ ഒരുപാട് തന്നെ കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദിനിയമ്മ പറയുന്നുണ്ട്, നേരാ, എനിക്കിത് ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഉറപ്പായിരുന്നു, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യുക, പ്രൊഫസർ തന്നെ നമ്മുടെ ആദർശിനെ ഓഫീസിലൊന്ന് കൊണ്ടുവിടാൻ വേണ്ടി പറയുവാണ് കേട്ടോ, വർക്കിന് പോകുമ്പം. അത് കേൾക്കുമ്പോഴേക്കും ആരതിയും പറയും, അത് നേരെ ചേട്ടന് തന്നെ എന്തായാലും പോകാൻ പറ്റുള്ളൂ, അച്ഛൻ പോകുമ്പോൾ അച്ഛൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുവാണ്. ആ സമയത്ത് കൃഷ്ണവേണി പറയുകയാണ് കേട്ടോ, അതിൻ്റെ ആവശ്യം എന്താ, ഞാൻ കൊണ്ടുവിടും ആദർശേട്ടനെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി കളിയാക്കി ചോദിക്കുവാണ്, അതെന്നാ നീ അവനെ തല ചുമന്നുകൊണ്ട് പോവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണി പറയാണ്, ഞാനെന്തിനാ തല ചുമന്നുകൊണ്ട് പോകുന്നത്, ഇനിയിപ്പോൾ വേണിച്ചാൽ തല ചുമന്നുകൊണ്ട് പോവും, പക്ഷേ എൻ്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവനെ എന്നെ കുംഫും കരോട്ടെ മാത്രമല്ല പഠിപ്പിച്ചേക്കുന്നത്, ഡ്രൈവിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്, 18ാമത്തെ വയസ്സിൽ തന്നെ ഈ കൃഷ്ണവേണിക്ക് ഡ്രൈവിംഗ് ലൈസൻസും കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രോസനും നന്ദിനിയമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇനി തൊട്ട് ഞാൻ ആദർശേട്ടനെ കറക്റ്റായിട്ട് കൊണ്ടുപോകും, തിരിച്ച് കൂട്ടുമൊക്കെ ചെയ്തോളാം എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്ന ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ കുഴിത്തുരുപ്പ് വക്കീലും മഹാദേവനും രാധാമണി തങ്കച്ചിയും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ. അവരിങ്ങനെ പറയുവാണ്, ഇതെന്ത് പെണ്ണാണിത്, ഇതെന്ത് സ്വഭാവമാണിത് എന്നൊക്കെ പറയുവാണ്. എന്തായാലും കുഴിത്തുരുപ്പ് വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമോളെ, 2ാമത്തെ മരുമോള് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ വേറൊരു പെണ്ണ് നിൽക്കുന്ന കണ്ടിട്ടും ഒരു ഇതും ഇല്ലാത്ത ഒരു നാണം കെട്ടവളാണ് കേട്ടോ എന്നൊക്കെ പറയുവാണ്.
എന്നിട്ട് രാധാമണി തങ്കച്ചി പറയുക, എൻ്റെ ശംഖു ആകെ മാറിപ്പോയി. പണ്ട് ഞാനുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അതിലും ടേസ്റ്റുള്ള ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാന്ന് പറയുമ്പോഴത്തേക്കും കൊഴുത്തിരിപ്പ് വക്കീൽ പറയുകയാണ്, അതിപ്പോൾ അങ്ങനെ തന്നെ ആണുങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തലയെണ്ണ മന്ത്രത്തിൻ്റെ ഒരു പവറേ. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയില്ല എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടിട്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന രാധാമണി തങ്കച്ചി മഹാദേവനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവളൊന്ന് ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലോട്ട് വന്ന് എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ മഹാദേവൻ പറയും, തൻ്റെ ഒരു കോപ്പിലെ ഐഡിയ, താൻ എന്ത് ഐഡിയ പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് കൊഴുത്തിരിപ്പ് വക്കീലിനോട് മഹാദേവൻ പറയുന്നുണ്ട്, ഇതെന്തായാലും ഒരു സാമ്പിൾ ഡോസായിട്ട് കണക്കാക്കിയാൽ മതി. സ്വന്തം സമുദായത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പാർട്ടിയുടെ നേതാവായിട്ട് വളർന്നു വന്നതാണ് ഈ ചാരങ്ങാട്ട് മഹാദേവൻ. അപ്പോൾ ഈ ചാരങ്ങാട്ട് മഹാദേവന് സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം. അതെനി കാണാൻ പോകുന്നു ഓൾറെഡി രാധാമണി തങ്കച്ചി എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന രാധാമണി തങ്കച്ചിക്കും ഭയങ്കര സന്തോഷവുമാണ്. മഹാദേവൻ എന്തോ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് മഹാദേവൻ പറയുകയാണ്, ഇനി ഞാൻ ചെയ്യും, കറക്റ്റായിട്ട് എന്ത് കാണിക്കണം എന്ന് എനിക്കറിയാം, ഞാനതുപോലെ ചെയ്യും, നിങ്ങൾ കൂടെ നിന്നാൽ മതി, നിങ്ങളുടെയൊക്കെ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തുകയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മഹാദേവനും രാധാമണി തങ്കച്ചിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ മുറിയിൽ ഗംഗയും ഗൗരിയും സംസാരിക്കുവാണ് കേട്ടോ. അപ്പം ഗംഗയോട് ഗൗരി പറയുന്നുണ്ട്, കൊള്ളായിരുന്നു എന്നെല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, നമ്മുടെ കൊഴുത്തുരുപ്പ് വക്കീലിനൊരു പണി കൊടുക്കണം, നമ്മുടെ വിഷമുള്ള വേലക്കാരിനെയും കൊഴുത്തുരുപ്പ് വക്കീലിനും കൂടെ ഒന്ന് സെറ്റാക്കിയാലോ എന്ന് ചോദിക്കണം കേട്ടോ. ഇത് കേൾക്കുന്ന ഗംഗ അന്തം വിട്ടു പോവുകയാണ്. ഗംഗ ഇങ്ങനെ തുറച്ച് ഗൗരീനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഗൗരി നീ ഞാൻ ഓർത്തോലല്ലോ ആളെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഗൗരി ഇങ്ങനെ തല പിടിച്ചിരിക്കുവാണ്, ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പറയാണ്, പിന്നെ ഇങ്ങനൊരു പണി അയാൾക്ക് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗ പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക, അത് ഞാൻ സെറ്റാക്കാം, പക്ഷേ അതിന് മുമ്പ് ഞാൻ ശംഖുവിന് ചെറിയൊരു പണി കൊടുക്കും എന്ന് പറയും. അപ്പോഴേക്കും ഗൗരി പറയും, ശങ്കറിന് പണിയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. നീ സമാധാനപ്പെടുക, ശങ്കറിന് പണി കൊടുത്താലും ലാഭം ഉണ്ടാവുന്നത് നിനക്കാ, പക്ഷെ നീ ഇതൊരു കാരണവശാലും ശങ്കറിനോട് പറയാൻ പാടില്ല, നമ്മൾ തമ്മിലുള്ള ഈ കരാറ് പുറത്താരും അറിയാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. ഗൗരിക്ക് ചെറിയ വിഷമമാവുന്നുണ്ട്, ശങ്കറിന് പണി കൊടുത്തിട്ട് ലാഭം കിട്ടണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഗൗരിയുടെ എക്സ്പ്രഷനൊക്കെ. എന്നിട്ട് പറയാണ്, ഇതാരും അറിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമലയിടത്തി ആ മുറിയിലോട്ട് കയറി വരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും സംസാരിക്കുന്നില്ല, കമലയിടത്തി കേൾക്കുന്നുണ്ട്. ഇവരിത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ കമലയിടത്തിനെ കാണുവാണ് കേട്ടോ. കമലയിടത്തിനെ കാണുമ്പം കമലയിടത്തിക്ക് എല്ലാം മനസ്സിലായിന്ന് ഗൗരിക്കും ഗംഗയ്ക്കും മനസ്സിലാവുകയാണ്. അപ്പോൾ അവർ ആ കൂടെ ഞെട്ടുവാണ്. പക്ഷെ കമലയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കമലയെല്ലാം മനസ്സിലാക്കിയോ എന്നോർത്ത് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.